ഹലോ ഡിയേഴ്സ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിനടുത്തുള്ള ചിമ്മിനി ഡാമിലോട്ടാണ് കേട്ടോ. ചിമ്മിനി ഡാമിലോട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ? തൃശ്ശൂർ ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു റൂട്ടാണ്. കോട മൂടി വാഗമരം പൂത്തു നിൽക്കുന്ന വഴികളും തേക്കിൻ കാടുകളും റബ്ബർ കാടുകളും ഒക്കെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ ഇത്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ എച്ചിപ്പാറ എന്ന സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ജിതേട്ടനും അതുപോലെ തന്നെ റീനാൻറ്റിയും പിന്നെ ജിതേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷാബിർ. അപ്പോൾ അവനും ഞങ്ങളൊക്കെ കൂടിയാണ് കേട്ടോ പോയത്. അവനൊരു രക്ഷയില്ല കേട്ടോ. അവൻ്റെ തമാശകളായിരുന്നു ശരിക്കും ഈ ഒരു ട്രിപ്പിൽ എൻജോയ് ചെയ്തത്. ഒത്തിരി ചിരിയും തമാശയും, രക്ഷയില്ല, നല്ല രസമായിരുന്നു. അപ്പോൾ അവനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ വീഡിയോഗ്രാഫറും. തൃശ്ശൂരിൽ നിന്നും വെറും 40 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ ചിമ്മിനി ഡാമിലോട്ട്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നു. ഞാനും ജിതേട്ടനും വീട്ടിൽ നിന്ന് കുറച്ച് ഉടക്കിയിട്ടാണ് ഇറങ്ങിയത്. എങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ സെറ്റായി കേട്ടോ. ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു രക്ഷയില്ല, നല്ല കോട മഞ്ഞായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ പെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങിപ്പോണത്. പക്ഷേ ദൈവം സഹായിച്ച ആ സമയത്ത് മഴയൊന്നും പെയ്തില്ല. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രം മഴ പെയ്താൽ മതിയെന്ന്. ഇവിടേക്കുള്ള പ്രവേശനം ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നുമില്ല. അവിടെയുള്ള എല്ലാ മരത്തിൻ്റെ മുകളിലും ഉണ്ടായിരുന്നു ഊഞ്ഞാലുകൾ. ഒത്തിരി ഊഞ്ഞാലുകളുണ്ടായിരുന്നു. എല്ലാവരും ഊഞ്ഞാലാടി രസിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടേക്ക് ഒന്ന് കണ്ടതിന് ശേഷം പോകുന്ന സമയത്ത് വേണം ഒന്ന് ഊഞ്ഞാലാടാനായിട്ട്. ഞങ്ങളെല്ലാം സെറ്റായിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. ഞങ്ങൾ കുടയും കോട്ടും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുടയൊന്നുമല്ല, 3-4 കുടയും എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തമ്പുരുമോളായിട്ടാണല്ലോ പോയത്. അവൾക്ക് മഴ കൊള്ളരുതല്ലോ. ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞങ്ങൾ മഴയും ആസ്വദിച്ചിരുന്നു. അപ്പോൾ അവിടെ ആ വെള്ളത്തിൽ കുട്ടവഞ്ചി ഉണ്ട് കേട്ടോ. അതിലുള്ള യാത്രയ്ക്ക് ഒരാൾക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 4 ആൾ കയറണമെങ്കിൽ 400 രൂപയാണ്. മാക്സിമം ഒരു കുട്ടവഞ്ചിയിൽ 4 പേർക്കാണ് കയറാൻ പറ്റുക. അതിൻ്റെ ചാർജ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അതിൽ കയറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പോവുകയാണെങ്കിൽ തന്നെ കുട്ടവഞ്ചിയിൽ കയറണം. ഞാൻ തമ്പുരുമോളുള്ളത് കാരണം മാത്രമല്ല, നല്ല മഴക്കാറായിരുന്നു. അപ്പോൾ എങ്ങാനും നടുവിലെത്തുന്ന ആ സമയത്താവും മഴ പെയ്യുക. കുട്ടവഞ്ചിയുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള മുഖങ്ങൾ കണ്ടത്. വേറെ ആരുമല്ല, നമ്മളുടെ നൈബറായിട്ടുള്ള സൗമ്യ ചേച്ചിയും പിള്ളേരും ഹസ്ബൻഡൊക്കെയാണ് കേട്ടോ. ഞങ്ങളെ കൂടെ കൂടുതലും ട്രിപ്പുകളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് ഇവരാണ്. ഇപ്രാവശ്യവും ഞങ്ങൾ വിളിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഇറങ്ങാനായിട്ട് പറ്റിയില്ല. അവർ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ടുമുട്ടി, അവരായിട്ട് സംസാരിച്ചു, ഒത്തിരി സന്തോഷമായി. അപ്പോൾ തന്നെ ഒരുവിധ ആളുകളൊക്കെ അവിടെ വന്ന് തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുട്ടവഞ്ചിയിൽ കയറിയവർ കുറച്ച് പെടും കേട്ടോ. കാരണം അവർ സെൻറ്ററിൽ എത്തുമ്പോൾ ഒന്നിട്ട് കറക്കുന്നുണ്ട്. തല കറങ്ങുന്നവരാണെങ്കിൽ എന്തായാലും വെള്ളത്തിലോട്ട് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറയുന്നവരെ കറക്കൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഇഷ്ടം പോലെയാണ് അവർ ചെയ്യുന്നത്. കുട്ടവഞ്ചിയിൽ കയറാനുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം അതിൽ കയറാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ആ സമയം കൊണ്ട് ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചു, നാച്ചു, റീനാൻ്റെ ഇത് തമ്പുരുമോൾ എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. നല്ല ഉറക്കമായിരുന്നു അവളെ ഉറക്കത്തിൽ നിന്ന് എണിച്ചപ്പോൾ ഇച്ചു എടുക്കാനായിട്ട് നോക്കണം. പക്ഷെ അവൾ ഒരു രക്ഷയില്ല, പോകുന്നില്ല. അധികം പരിചയമില്ലാത്ത മുഖമായിട്ടാണ് കേട്ടോ അവളങ്ങനെ പോവാത്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫർ ഷാബിർ. ഒരു രക്ഷയില്ല. അപ്പോൾ തമ്പുരുമോളുടെ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ആ ഫോട്ടോയും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടവഞ്ചിയൊക്കെ കാലിയായി തുടങ്ങി. വേറെ ഒന്നുമില്ല, നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആളുകൾക്ക് കയറാനായിട്ട് പേടി തുടങ്ങി. ഏതോ കുറച്ച് ടീം കയറുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്തായാലും നടുവിലെത്തുമ്പോഴേക്കും മഴ കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. എന്തായാലും കയറണില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും കുട്ടവഞ്ചിയിലൊന്ന് കയറണം കേട്ടോ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേക രസം. അപ്പോൾ ഞാൻ തമ്പുരുമോളെ അവിടെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അവളെ കാലൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് മുക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവൾ ആ ഉറക്കം കൂടെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം
അല്ലെങ്കിൽ അവൾ വാശി പിടിച്ചാലോ. അത് കഴിഞ്ഞ് ഞാൻ ഷാബിറിനോട് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരികയാണ്. കുറേ ഒന്നും ഭംഗിയില്ല കേട്ടോ, കാരണം തള്ളച്ച് ലുക്കായി തുടങ്ങിയേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ ആ ഭംഗിയൊക്കെ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ ആച്ചു തന്നെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊന്നും കൂടെ നാണം വന്നു കേട്ടോ. അപ്പോൾ തമ്പുരുമോൾ ഇത് നല്ല ഉറക്കമായി, വീണ്ടും ഒരു രക്ഷയില്ല, വീണ്ടും നല്ല ഉറക്കമായി. അവൾ ഉറക്കം മൂട് പോവൊന്നും ചെയ്തില്ല വെള്ളത്തിലിട്ട് മുക്കിയിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങളിതേ മുകളിലോട്ട് കയറി പോവുകയാണ്. വേറെ ഒന്നല്ല, ഊഞ്ഞാലുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി അടിച്ച് പൊളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ജിതിയേട്ടനോട് ഞാൻ ഓരോന്ന് പറഞ്ഞ് വരികയാണ്. വീട്ടിൽ നിന്ന് ഉടക്കി ഇറങ്ങിയതാട്ടോ. രണ്ടുപേരും വഴക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് സെറ്റായത്. പക്ഷെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഉള്ളിൽ എന്തായാലും മടയും ചക്കരി ആയിട്ടുണ്ട്. ഞങ്ങൾ മുകളിലോട്ട് കയറി തുടങ്ങുമ്പോൾ അത് നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയ്ക്കുള്ളൊരു കോളുണ്ട്. എന്തായാലും ഞങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊരു മഴ കിട്ടുന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഞങ്ങൾക്ക് ഇതേ ഊഞ്ഞാൽ ഒഴിഞ്ഞ് കിട്ടി. ഞാനും തമ്പുരുമോൾ ഇതേ ഊഞ്ഞാലാടാണ് കേട്ടോ. തമ്പുരുമോൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതേ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല മഴയും കിട്ടി. അപ്പം ഞങ്ങളെ കയ്യിൽ എല്ലാ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കാർക്കും മഴ കൊണ്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിത് വലിയ കുടയിൽ ഞാനും ജിതിയേട്ടനും മോളും, അതുപോലെ മറ്റേ കുടയിൽ റീനാൻ്റെയും ഒരു കുട സാബിക്കിനും കൊടുത്തു. അപ്പോൾ ഇതേ ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. പോകുന്ന വഴിക്ക് വേണം നെസ്റ്റോലൊന്ന് കയറാം. എന്തായാലും ഇറങ്ങിയതല്ലേ, തൃശ്ശൂർ വഴിയാണ് പോവുകയും ചെയ്യുക. അപ്പോൾ നെസ്റ്റോലൊന്ന് കയറണം കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഒരു ചൊക്കന എന്നുള്ള ലൊക്കേഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റിയില്ല. അവിടെ കുട്ടീനെയും കൊണ്ട് ഇരുട്ട് സമയത്ത് പോകുന്നത് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോയിലോട്ട് കയറുന്ന വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ കിഡ്സിൻ്റെ ഭാഗത്തോട്ടാണ് ഫസ്റ്റ് ഞാൻ പോയത്. ഇപ്പോൾ എന്തായാലും എവിടെ പോയാലും ഫസ്റ്റ് ഞാൻ കിഡ്സിൻ്റെ ഭാഗത്തോട്ടാണ് പോവുക. മുന്നേ ആണെങ്കിൽ എനിക്ക് ഡ്രസ്സിൻ്റെ ഭാഗത്തോട്ട് പോകാനായിരുന്നു ഇഷ്ടം. അപ്പോൾ നല്ല അടിപൊളി ഓഫറാണ് നെസ്റ്റോയിലുള്ളത് കേട്ടോ. ഞാൻ തമ്പുരുമോൾക്ക് രാത്രിയിൽ ഇട്ട് കൊടുക്കാനായിട്ടൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ. വേറെ ഒന്നല്ല, നല്ല തണവല്ലേ. അപ്പോൾ തണവ് കാരണം അവൾക്ക് ഉറക്കം പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ നല്ല തണവത്തിടാൻ പറ്റിയ ഒരു നല്ല സെക്ടർ പോലത്തെ ഡ്രസ്സ് എടുത്തു. പിന്നെ ഞാൻ അവൾക്കൊരു ഡയപ്പറിൻ്റെ പാക്ക് എടുത്തു കേട്ടോ. ബമ്മി പാൻസ് എന്നുള്ളൊരു പാക്കാണ് എടുത്തത്. വേറെ ഒന്നുമല്ല, 74 എണ്ണത്തിന് ആകെ ആയത് 449 രൂപ. അപ്പം നല്ലൊരു ഓഫറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഇപ്രാവശ്യം ഞാൻ ബമ്മി പാൻസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളം തയ്ച്ചപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തമ്പുരുവിന് വേണം. അപ്പോൾ ഒരു തരി ഒന്ന് നാവുമ്പോൾ തട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി സെക്ഷൻ അപ്റ്റാമിൽ നാൻപ്രോ സിംലാക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ. എന്നെപ്പോലുള്ള അമ്മമാർ കൂടുതലും അങ്ങനത്തെ ഭാഗത്തോട്ടാണല്ലോ പോവുക. അപ്പോൾ അത് കണ്ട് ചിരിച്ചിട്ട് നടക്കുകയാണ് ഞാൻ. എൻ്റെ കൈ പോണത് കണ്ടപ്പോൾ ജിതേട്ടൻ പറഞ്ഞു, മോളെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് പോകാമെന്ന് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു പോകും. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നെസ്റ്റോയിൽ കയറിയെന്ന് മാത്രം, തൃശ്ശൂർ വഴി പോയപ്പോൾ. മാത്രമല്ല അവിടെ ഓഫർ ഉണ്ടെന്നും അറിഞ്ഞു, അതുകൊണ്ട് കയറിയതാണ്. പ്രത്യേകിച്ചൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാനും പറ്റില്ല. ഇപ്പം തന്നെ സമയം 9 മണിയായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു 11-12 മണിയാവും കേട്ടോ. അപ്പോൾ നെസ്റ്റോന്ന് ഇറങ്ങി അടുത്ത മഴയ്ക്കുള്ളൊരു കോളുണ്ട്. അതിന് മുന്നേ തന്നെ വീടെത്തണം. മാത്രമല്ല തമ്പുരുവിനെയും കൊണ്ട് എളുപ്പമല്ല. അപ്പോൾ വേഗം തന്നെ വീട്ടിലെത്തണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. ബൈ.